ഈ ഒരു സിമ്പിളായിട്ടുള്ള സ്റ്റോറി ബുക്ക് ഏകദേശം 6 ലക്ഷം രൂപ ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ബുക്ക് എങ്ങനെ ലോഞ്ച് ചെയ്യാമെന്നാണ്. അതും ഫുള്ളി AI ശക്തിയുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം ബുക്കിൻ്റെ ഐഡിയ, പിന്നെ ബുക്കിൻ്റെ ഫുള്ള് കണ്ടൻറ്റ്, ആൻഡ് ഫൈനലി ബുക്കിനെ കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി കുറച്ച് കിടിലെ ഇമേജുകളും. സോ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ഒബ്വിയസ്ലി ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ്. സോ ഞാൻ ഒരു ദിവസം ആമസോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരുന്നപ്പോഴായിരുന്നു ഞാൻ ഈ ഒരു കൊച്ചുങ്ങളുടെ സ്റ്റോറി ബുക്ക് കണ്ട്. ഞാൻ ഈ സ്റ്റോറി ബുക്ക് കണ്ടിട്ട് വലിയ സംഭവമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാനും ചിന്തിച്ചു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ ഞെട്ടിപ്പോയത്. അതായത് നമുക്ക് കാണാം ഈ ബുക്കിൻ്റെ വില ഏകദേശം 200 രൂപയാണ്. അതിന് ഏകദേശം 5400 ആൾക്കാർ ഇതിന് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ നോർമൽ മാത്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സെല്ലർ ഈ ഒരു ഒറ്റ ബുക്കിന് ഏകദേശം 10 ലക്ഷം രൂപ ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. സിമിലർലി ഞാൻ ഈ ഒരു ബുക്കും കണ്ട് ഇതിന് ഏകദേശം 200 രൂപയാണ്. അതിന് ഏകദേശം 23,000 ആൾക്കാർ ഇതിന് റേറ്റിംഗ് കൊടുത്ത്. ഞാൻ ഇത് എത്ര പൈസ ഉണ്ടാക്കി നോക്കിയപ്പോഴായിരുന്നു ഏകദേശം 47 ലക്ഷം രൂപ ഈ ഒരൊറ്റ ബുക്ക് ഈ ഒരൊറ്റ സെല്ലർ ഒറ്റയ്ക്ക് ഉണ്ടാക്കി. പിന്നെ ഇതിലും കിടിലായിട്ട് സംഭവം വെച്ചാൽ ഈ ബുക്കുകളൊക്കെ നമുക്ക് ആമസോണിൽ 100% ഫ്രീ ആയിട്ട് നമുക്ക് പബ്ലിഷിങ് ചെയ്യാനും പറ്റും യൂസിങ് ആമസോൺ KDP. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇടാ എങ്കിൽ പിന്നെ ChatGPT ഉപയോഗിച്ചിട്ട് ഇതുപോലത്തെ കുറച്ച് ബുക്ക് ഉണ്ടാക്കിയതിന് ശേഷം എന്തുകൊണ്ട് ആമസോണിൽ തന്നെ സെല് ചെയ്തോണെന്ന്. പിന്നെ ഇതിന് ശേഷം ഞാൻ ഡയറക്റ്റ് ChatGPTയിലോട്ട് ചാടി ഞാൻ എൻ്റെ പണി തുടങ്ങി. സോ അങ്ങനെ ആദ്യമേ നമുക്കറിയാം സ്റ്റോറി ബുക്കിൻ്റെ മെയിൻ സംഭവമാണ് എൻ്റെ ടൈറ്റിലൊക്കെ. സോ അതും ഞാൻ ഇവൻ്റെ അടുത്ത് നിന്ന് ചോദിക്കാം. ഓക്കെ, സോ ഞാൻ അടിച്ച് ക്രിയേറ്റ് എ സ്റ്റോറി ബുക്ക് ടൈറ്റിൽ ഫോർ കിഡ്സ് എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും ഒരെണ്ണം എനിക്ക് തന്നു, മാജിക്കൽ അഡ്വഞ്ചേഴ്സ്. അങ്ങനെ വേറെ എണ്ണം കൂടി അവൻ്റെ അടുത്ത് 1 more എന്ന് പറഞ്ഞ് ജനറേറ്റ് ചെയ്യിപ്പിച്ച് ഞാൻ ഇത് കൊള്ളാം, ഓക്കെ, തിമ്മി ആൻഡ് ദ എൻജാൻഡ് ഫോറസ്റ്റ്, കൊള്ളാം. അപ്പോൾ ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് ഞാൻ ചിന്തിച്ചു. അതുകൊണ്ട് ഇവൻ്റെ അടുത്ത് ചോദിച്ചു, വാട്ട് ഈസ് ദ സ്റ്റോറി ഓഫ്, ഈ സ്റ്റോറി എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ ഇവൻ പറഞ്ഞ് ടിമ്മി എന്ന് പറഞ്ഞ ഒരു അണ്ണൻ ഒരു എൻജാൻഡ് ഫോറസ്റ്റിലോട്ട് എങ്ങനെ കണ്ടുപിടിച്ച് അതിൻ്റെ ഉള്ള അഡ്വഞ്ചേഴ്സാണ് ഈ ഒരു കഥ. അവൻ ഇത്രയും സാധനം അടിച്ചു വന്നപ്പോൾ ഒബ്വിയസ്ലി എന്തായാലും കൊച്ചുങ്ങളൊന്നും ഇത്രയും എസ്സേകളൊന്നും വായിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ കുറച്ച് സിംപ്ലിഫൈ ആക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു മേക്ക് ചാപ്റ്റേഴ്സ് എന്നും പറഞ്ഞ്, അതായത് ഇതിനെ ഓരോ കാറ്റഗറിയിലോട്ട് മാറ്റാൻ വേണ്ടി. അപ്പോഴത്തേക്ക് ഇവൻ എനിക്ക് 7-8 ചാപ്റ്റർ ഉണ്ടാക്കി ഇതിൻ്റെ മോന്. പിന്നെ ഇവിടെ നമ്മൾ നോക്കിയാലും ഇതും ഇപ്പോൾ വായിക്കുന്ന ഒരു രീതിയിൽ ഇതുവരെ ആയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാനുണ്ട്. സോ ആ ടെക്നിക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെ പേര് ജസ്റ്റ് ഇതുപോലെ കോപ്പി അടിക്കുക, അങ്ങോട്ട് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു സ്പേസ് ഇടുക, എന്നിട്ട് ആഡ് റിതം എന്ന് പറഞ്ഞ് അടിക്കുക. ഓക്കെ, അങ്ങനെ ആഡ് റിതം എന്ന് പറഞ്ഞ് അടിക്കുമ്പോൾ ഇവ ഒരു പോയം രീതിയിലാക്കി തരും. ഓക്കെ, അതായത് നമ്മളെ കഥയ്ക്ക് ഒരു താളം വരും. നിങ്ങളിപ്പോൾ വായിച്ചു നോക്കിയാൽ തന്നെ ഒരു നല്ല രസമായിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ ഞാൻ ഏകദേശം 4 ചാപ്റ്റർ ഇതുപോലെ കോപ്പി അടിച്ച് എന്നിട്ട് ആഡ് റിതം ഞെക്കി. അതായത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കുക AI എന്ത് കിടില സാധനം വന്ന്. അപ്പോൾ ഇതോടെ നമ്മൾ വലിയൊരു കടമ കഴിഞ്ഞിരിക്കുകയാണ്, അതായത് നമ്മളെ സ്റ്റോറി ബുക്കിൻ്റെ കണ്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ വലിയ കടമേന് ശേഷം ഫൈനൽ കടമയാണ് ഇമേജുകൾ. അതായത് നമുക്കറിയാം കൊച്ചുങ്ങളുടെ സ്റ്റോറി ബുക്കായാലും മെയിൻ ആയിട്ടുള്ള സംഭവം വെച്ചാൽ അതിനകത്തുള്ള പടങ്ങൾ അല്ലെങ്കിൽ അതിനകത്തുള്ള പിക്ചേഴ്സുകളാണ്. കാരണം അതിനെ നമ്മൾ കൂടുതൽ അട്രാക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ ബുക്ക് തന്നെ ഒരു കിടില സ്റ്റാൻഡ് ഔട്ട് ആവും. അപ്പോൾ ഇമേജുകൾ AI കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് Adobe Firefly ആണ്. ഓക്കെ, Adobe Firefly നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ നെറ്റിൽ പോയി അടിച്ചാൽ മതി. ഇനി സൈറ്റ് വന്നിട്ട് ജസ്റ്റ് ടെക്സ്റ്റ് ടു ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അവിടെ പോവുക. ആൻഡ് മേക്ക് ഷുവർ നിങ്ങൾ സൈനപ്പ് നിങ്ങൾക്ക് ചെയ്തിട്ടേക്കണം, എന്നാലേ യൂസ് ചെയ്യാൻ പറ്റൂ. സോ ജസ്റ്റ് ഈസി ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മളെ ChatGPT പോവുക, എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ ഓരോ ലൈൻ എടുത്തിട്ട് ജസ്റ്റ് കോപ്പി ചെയ്യുക. ഇപ്പോൾ തന്നെ ഫസ്റ്റത്തെ ലൈൻ കോപ്പി അടിച്ച് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഫയർഫ്ലൈ പോയതിന് ശേഷം ജസ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഇതുപോലെ പേസ്റ്റ് ചെയ്തതിന് ശേഷം മേക്ക് ഷുവർ ഇവിടെ 1:1 കിടക്കുന്നതെന്ന്, എന്നാലേ നമുക്ക് സ്ക്വയറിൽ ഇമേജ് കിട്ടത്തുള്ളൂ. പേസ്റ്റ് ചെയ്തിട്ട് സൈഡ് ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ഇമേജ് 4 ഇമേജുകൾ നമുക്ക് ഉണ്ടാക്കി തരും. ഞാൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഈ ഒരു ഇമേജ് ഇഷ്ടപ്പെട്ട് ഇത് അത്യാവശ്യം കൊള്ളാം. സോ ഞാൻ ഇവിടെ നെക്കുവാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യിക്കാൽ സെക്കൻഡിനുള്ളിൽ ഡൗൺലോഡ് ചെയ്യും കിട്ടും. ഓക്കെ, അങ്ങനെ ഇതുപോലെ ഞാൻ അടുത്തടുത്ത ലൈനുകൾ ജസ്റ്റ് കോപ്പി അടിക്കുക, ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് ഇമേജും കിട്ടും. ഞാൻ അങ്ങനെ ഫൈനലി എനിക്ക് ഇമേജുകളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഈ വീഡിയോ കണ്ടുള്ള ഇമേജുകളാണ്. അപ്പോൾ ഇനി നമ്മളെ ഫൈനൽ കടമ എന്നത് ഈ ഇമേജ് കിട്ടിയതും ഈ ടെക്സ്റ്റ് നമ്മൾ ഈ ChatGPT പ്രൊഡ്യൂസ് ചെയ്തതും ഇത് രണ്ടും ഒരുമിപ്പിക്കാനാണ്. അതായത് നമ്മളെ സ്റ്റോറി ബുക്ക് ഉണ്ടാവാനാണ്. സോ അതിനുവേണ്ടി നമ്മൾ ക്യാൻവ എന്ന് പറയുന്ന സൈറ്റാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിനുവേണ്ടി ജസ്റ്റ് നമ്മൾ ഗൂഗിളിലേക്ക് പോവുക, എന്നിട്ട് ക്യാൻവ സെർച്ച് ചെയ്യുക. ഇനി ഫസ്റ്റത്തെ സൈറ്റ് എനിക്ക് ഓൺ ആക്കുക. ഇവിടെ ജസ്റ്റ് ക്യാൻവയൊക്കെ സൈനപ്പ് അങ്ങനെയൊക്കെ ചെയ്താക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് ജസ്റ്റ് ഇവിടെ സെർച്ച് ബട്ടണിൽ പോയതിന് ശേഷം സ്റ്റോറി ബുക്ക് എന്ന് പറഞ്ഞ് അടിക്കുക. സ്റ്റോറി ബുക്ക് എന്ന് പറഞ്ഞ് അടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ആഡ് എ ബ്ലാങ്ക് സ്റ്റോറി ബുക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടേക്ക് നിൽക്കുക. അവിടേക്ക് നിൽക്കുമ്പോൾ നമ്മളെ പ്രോജക്റ്റ് ഓണായി വരും. ഓക്കെ, ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്തേക്ക് പോയതിന് ശേഷം എന്താ ഇവിടെ അപ്ലോഡ് ഫയൽസ് എന്ന് പറഞ്ഞ് നിൽക്കുക. സോ ഇവിടെ പോയതിന് ശേഷം ജസ്റ്റ് നമ്മൾ Adobe Firefly നിന്ന് ഡൗൺലോഡ് ചെയ്ത ഇമേജുകളില്ലേ അതെല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഓപ്പൺ നിൽക്കുക. ഓക്കെ, അങ്ങനെ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമ്മൾ ഇമേജുകളെല്ലാം ഇവിടെ സൈഡ് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഓരോരോ ഇമേജായിട്ട് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വെക്കുക. ജസ്റ്റ് ഇപ്പോൾ ഫസ്റ്റത്തെ ഇമേജിനെ എങ്ങനെ നെക്കി എന്നിട്ട് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ
ഇത് ആ ഫുള്ള് സൈസിൽ ഇങ്ങനെ വന്നിരിക്കും. എന്നിട്ട് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റും ചെയ്യാൻ പറ്റും. സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മളെ ChatGPT തിരിച്ചു പോവുക. ChatGPT തിരിച്ചു പോയിട്ട് നമ്മളെ ഫസ്റ്റത്തെ ലൈൻ എടുക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ലൈന് ജസ്റ്റ് ഇങ്ങനെ കോപ്പി അടിക്കുക. ജസ്റ്റ് ഇവിടെ ടെക്സ്റ്റ് ബട്ടൻ്റെ ഒരു ഓപ്ഷൻ കാണും, അവിടെ ജസ്റ്റ് പോവുക. എന്നിട്ട് നമ്മൾ ഈ സംഭവം ജസ്റ്റ് പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളെ ഇമേജും നമ്മളെ ടെക്സ്റ്റും വന്നിട്ടുണ്ട്. ഇനി ആ ടെക്സ്റ്റിന് ഒരു നല്ലൊരു ഫോണ്ട് കയ്യിലൊക്കെ കൊടുക്കും. ഓക്കെ, സോ നമുക്ക് കുറേ അധികം കുട്ടികളുടെ കാർട്ടൂൺ ഫോണ്ടൊക്കെ കാണും, അതെല്ലാം വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ക്യാൻവേ തന്നെ ഇൻബിൽഡ് കുറേ ഫോണ്ടുകളുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ ജസ്റ്റ് ഇത് ഒരു എക്സാമ്പിളിന് ഇത് എടുത്തിരിക്കുകയാണ്. സോ ഇനിയിപ്പോൾ നമ്മളെ ഫോണ്ട് ഇച്ചിരി ക്ലിയർ ആക്കാൻ വേണ്ടി ഒരു 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 ടെക്നിക്ക് ഉണ്ട്. സോ ആ ടെക്നിക്ക് എന്നത് ജസ്റ്റ് നമ്മൾ എലമെൻസിൻ്റെ സ്ഥലത്ത് പോവുക. എലമെൻറ്റ്സ് പോയിട്ട് ഈ സ്ക്വയർ ഇല്ല, അത് ജസ്റ്റ് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് ഇത് ഏകദേശം ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. ഏകദേശം ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് മേളിൽ ഒരു ട്രാൻസ്പെറൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ കാണും. ഇതുപോലെ ഇതിനകത്ത് പോയിട്ട് ശേഷം ജസ്റ്റ് ഇത് ഏകദേശം ഇതുപോലെ ജസ്റ്റ് ആക്കുക. അപ്പോഴത്തേക്ക് നമ്മളെ വിസിബിലിറ്റി ഇച്ചിരി കൂടി ബെറ്റർ ആവും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് മേളിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് നിൽക്കുക. അതിൽ നിൽക്കുമ്പോൾ നമ്മൾ അടുത്ത പേജ് വരും. ഈ അടുത്ത പേജിൽ പോയിട്ട് ഈ സംഭവം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അടുത്ത ഇമേജ് അല്ലെങ്കിൽ നമ്മളെ സ്റ്റോറിയിൽ അടുത്ത ഭാഗം ജസ്റ്റ് ഇങ്ങോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് അതേപോലെ തന്നെ ടെക്സ്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് മാറ്റുക. എന്നിട്ട് നമ്മളെ ChatGPT പോവുക, അവിടെ നിന്ന് കോപ്പി അടിക്കുക, ഇങ്ങോട്ട് പേസ്റ്റ് അടിക്കുക. വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാൻ അടുത്തൊരു പേജ് ഉണ്ടാക്കി ഞാൻ ഫൈനലി ഇങ്ങനെ നിങ്ങൾക്ക് എത്ര പേജ് വേണോ അത്രയും ഉണ്ടാക്കാൻ പറ്റും. സോ അങ്ങനെ ഇവിടെ എൻ്റെ സ്റ്റോറി ബുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ സ്റ്റോറി ബുക്ക്. ഓക്കെ ഓക്കെ അപ്പോൾ ഇതുപോലെ ഞങ്ങൾക്ക് സ്റ്റോറി ബുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റോറി ബുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആമസോണിൽ എങ്ങനെ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ ആമസോണിൽ പബ്ലിഷ് ചെയ്യുന്ന സംഭവം ഭയങ്കര ലെങ്തി ആയിട്ട് വരും. അപ്പോൾ ഈ വീഡിയോയിൽ അതും കൂടി ചേർത്താൽ ഭയങ്കര ലെങ്ത് ആയി പോകും. ഇനിവേസ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.